കണ്ണൂരിലും റാഗിംഗ് പരാതി. +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. കോളവല്ലൂർ സ്വദേശി മുഹമ്മദ് നിഹാലിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ ഇടത് കൈയൊടിഞ്ഞു. വെള്ളം കുടിക്കാൻ പോയ എൻ്റെ നോട്ട് ശരിയില്ലാവാൻ വേണ്ടി ഒരു 5 കൂട്ടാൾക്കാർ അടിച്ചു. നിലത്തിട്ട് ചേട്ടി കൈ പിടിച്ചു. ഇതിനു മുമ്പ് വിളിച്ചു പറയാ നോട്ട് ശരിയില്ല, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാനും മതി. അത് ചേട്ടി നിലത്തിട്ട് ചേട്ടിയാ 2 പൊട്ടി. ഇപ്പോൾ സീനിയറല്ലേ, കൊമേഴ്സ് പ്രൊഫസർ. മുമ്പ് കുറേ കുട്ടികളെ ചെയ്ത് കേസെല്ലാം ആയിട്ടില്ല. സന്തോഷ് കൂടെ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ഇതൊരു നിത്യസംഭവമാണ് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകേണ്ടത്. കാരണം നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് ആ വിദ്യാർത്ഥി പറയുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ പരാതി എന്താണ്? വിനിഷ, കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി നിഹാലാണ് ഇപ്പോൾ റാഗിങ്ങിന് ഇരയായിരിക്കുന്നത്. +2 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. സ്കൂൾ അധികൃതർക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. ഈ പരാതി പോലീസിന് കൈമാറുകയും വിദ്യാർത്ഥിയിൽ നിന്ന് പോലീസ് ഇപ്പോൾ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി, പരിക്കേറ്റ വിദ്യാർത്ഥി തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. 5 +2 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. നോട്ടം ശരിയായില്ല എന്ന് പറഞ്ഞ് നിലത്ത് ചവിട്ടി വീഴ്ത്തുകയും ഇടത് കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ ഇടത് കൈ ഒടിഞ്ഞിട്ടുണ്ട്. കൈക്ക് ഇപ്പോൾ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഈ സീനിയർ വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, മറ്റ് കുട്ടികളെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഈ മർദ്ദനമേറ്റ കുട്ടിയിൽ നിന്നും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതരും അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണം, റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കണ്ണൂരിൽ നിന്നും റാഗിംഗ് പരാതി. +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പരാതി. കോളവല്ലൂർ സ്കൂളിലായിരുന്നു സംഭവം.